മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയത്തിലെ 17ാമത്തെ ദശകത്തിൽ 10ഉം 11ഉം ശ്ലോകങ്ങളെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 10ാമത്തെ ശ്ലോകം. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനുക്രിയാ ശാന്ത്യാ പ്രസന്നഹൃദയ ധനദാതുപേത ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോൻ മഹാത്മാ. ഉത്താനപാദൻ്റെ പുത്രനായിട്ടുള്ള ധ്രുവൻ ആ അച്ഛൻ നിരസിച്ചു. അമ്മയെ സുരുചിയായിട്ടുള്ള അമ്മയുടെ ശകാരം കേട്ട് തപസ്സിന് പോയി. തൻ്റെ അമ്മയായിട്ടുള്ള സുനീതിയുടെ അനുഗ്രഹത്തോടു കൂടി തപസ്സിന് പോയി. ശ്രീനാരദൻ വഴിയിൽ വച്ച് വേണ്ട വിധത്തിലുള്ളതായ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ മധുവനത്തിൽ തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷമാക്കിയതിന് ശേഷം അദ്ദേഹം വേണ്ടതായിട്ടുള്ള വരങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം തിരിച്ച് സ്വരാജ്യത്ത് ചെന്നിട്ട് അച്ഛൻ കാട്ടിലേക്ക് പോയ അവസരത്തിൽ രാജ്യഭാരം ഏറ്റ് വളരെ കാലം സുഖമായിട്ടവിടെ താമസിച്ചു എന്നുള്ളത് വിവരം പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ അവസാനിപ്പിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യഭാരം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് അനുജനായിട്ടുള്ള ഉത്തമനെ ഒരു യക്ഷൻ വധിക്കുകയുണ്ടായി. കാട്ടിൽ നായാട്ടിന് പോയ സമയത്ത് ഉത്തമനെ വധിച്ചു. അതിൽ ക്രുദ്ധനായിട്ട് യുദ്ധം ചെയ്യണതും യക്ഷന്മാരോട് മുഴുവൻ യുദ്ധം ചെയ്യണതും ഒക്കെയാണ് ഇനി ഈ 2 ശ്ലോകങ്ങളിലായിട്ട്. ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത് ആ യക്ഷന്മാരായിട്ടുള്ള യുദ്ധം, അതിനുശേഷം ധ്രുവൻ്റെ സ്വർഗാരോഹണവും അല്ലെങ്കിൽ ധ്രുവപദത്തിലേക്കുള്ളതായിട്ടുള്ള ഗമനം, അതാണ് മോക്ഷപ്രാപ്തി. അതിനെയാണ് ഒടുക്കത്തെ ശ്ലോകത്തിൽ 11ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അതിൽ ആദ്യത്തെ 10ാമത്തെ ശ്ലോകത്തിൽ ഈ യക്ഷന്മാരായിട്ടുള്ള യുദ്ധത്തിന് കാരണമായതും ആ യുദ്ധത്തിനെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. യക്ഷേണ ദേവ നിഹതേ. യക്ഷേണ യക്ഷനാൽ ഏതോ ഒരു യക്ഷനാൽ ദേവ അല്ലയോ ദേവ, മഹാവിഷ്ണുവിനെയുള്ള ഭഗവാനെയുള്ള സംബോധനയാണ്. ആ ധ്രുവൻ സഹ ധ്രുവ, ആ ധ്രുവൻ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചതായ ആ ധ്രുവൻ എന്നുള്ളതായിട്ടുള്ള രാജാവ് യക്ഷേണ അസ്മിൻ ഉത്തമേ യുദ്ധ നിഹതേ. യക്ഷേണ അസ്മിൻ ഉത്തമേ നിഹതേ. ഈ അനുജനായിട്ടുള്ള ധ്രുവൻ്റെ അനുജനായിട്ടുള്ള ഉത്തമൻ ഒരു യക്ഷനാൽ വധിക്കപ്പെട്ടപ്പോൾ, നിഹതേ നേരത്തെ പറഞ്ഞ മാതിരി സതിസപ്തമിയുടെ പ്രയോഗമാണ് ഇവിടെയുള്ളത്. ആ യക്ഷനാൽ ഉത്തമൻ വധിക്കപ്പെട്ടതായ അവസരത്തിൽ വധിക്കപ്പെട്ടപ്പോൾ ആ ധ്രുവൻ യുദ്ധനിരതനായിട്ട് തീർന്നു. യക്ഷന്മാരോടൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി. അങ്ങനെ യക്ഷന്മാരെ മുഴുവൻ കൊന്നൊടുക്കി തുടങ്ങി. ദേഷ്യം കുബേരൻ്റെ സൈന്യങ്ങളൊക്കെ യുദ്ധത്തിനായിട്ട് വന്നു. ധ്രുവനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയല്ല, വധിക്കുക തന്നെ. അനവധി പേരെ വധിച്ചു ധ്രുവൻ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒടുക്കം യക്ഷന്മാർ മുഴുവനും നശിച്ചാലോ എന്നുള്ളതായിട്ടുള്ള അവസ്ഥ വന്നു. അപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് പറയുന്നു. യക്ഷേണ ദേവനിഹതേ ഉത്തമൻ യക്ഷനാൽ വധിക്കപ്പെട്ടപ്പോൾ യുദ്ധനിരതഃ സ ധ്രുവഃ യുദ്ധനിരതഃ, യുദ്ധത്തിൽ നിരതനായിട്ട്, യുദ്ധത്തിൽ ഏർപ്പെട്ടവനായിട്ട്. ആരോടാണ്? യക്ഷന്മാരോട് മുഴുവൻ യുദ്ധത്തിനായിട്ട് ഒരുങ്ങി ഈ ധ്രുവൻ. അങ്ങനെ യക്ഷന്മാർക്ക് തന്നെ വംശനാശം വരും എന്നുള്ളതായിട്ടുള്ള ഒരു അവസ്ഥ വന്ന സമയത്ത് മനുവിൻ്റെ വാക്ക് അനുസരിച്ചിട്ട്, മനു പറഞ്ഞതനുസരിച്ച്, മനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ധ്രുവൻ്റെ തന്നെ മുത്തച്ഛനാണ്. മനുവിൻ്റെ പുത്രനാണ് ഉത്താനപാദൻ്റെ പുത്രനാണ് ധ്രുവൻ. ആ മനു അവിടെ എത്തിയിട്ട് ഇങ്ങനെ വംശനാശം വരുത്തണത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. ഒരു ആളെ അപരാധം ചെയ്തിട്ടുള്ളൂ.
ഏതോ ഒരു യക്ഷൻ ഉത്തമനെ വധിച്ചു എന്നുള്ളതായിട്ടുള്ള ഒരാളുടെ അപരാധത്തിന് ഈ യക്ഷന്മാരുടെ വംശം മുഴുവനും നശിപ്പിക്കുക എന്ന് പറയണത് അത് ശരിയല്ല എന്നൊക്കെ മകനെ പേരക്കുട്ടിയെ, തൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള ധ്രുവനെ ഉപദേശിച്ചു. അപ്പം അങ്ങനെ ആ ഉപദേശം കേട്ട് അനുസരിച്ച് വിരതഃ വിരതഃ മനുക്രിയ മനുക്രിയ വിരതഃ, ആ യുദ്ധത്തിൽ നിന്ന് മനു പറഞ്ഞതനുസരിച്ച് വിരമിച്ചു, യുദ്ധം നിർത്തി. യക്ഷന്മാരോടുള്ളതായിട്ടുള്ള യുദ്ധം നിർത്തി മനു പറഞ്ഞതനുസരിച്ചിട്ട്. അപ്പോൾ വിരതഃ മനുക്രിയ. അപ്പോൾ യക്ഷന്മാരുടെ രാജാവായിട്ടുള്ള കുബേരനും വളരെ സന്തോഷമായി. പ്രസന്നഹൃദയാ ധനദാത് ഉപേതാത് ശാന്തിയാ പ്രസന്നഹൃദയാത്. ശാന്തി വന്നതുകൊണ്ട്, അതായത് യുദ്ധത്തിനുള്ളതായിട്ടുള്ള ശമനം വന്നു. ധ്രുവനും ആ യുദ്ധത്തിൽ നിന്ന് വിരമിച്ച് ശാന്തനായി തീർന്നു. അപ്പം അങ്ങനെ യുദ്ധത്തിന് ശാന്തി വന്നു, യുദ്ധത്തിൽ നിന്ന് വിരമിച്ചതായിട്ടുള്ള ധ്രുവനും ശാന്തി വന്നു. അപ്പം അങ്ങനെ ശാന്തനായിട്ട് തീർന്ന ആ ധ്രുവനെക്കുറിച്ച് സന്തുഷ്ടനായിട്ട് ആ യുദ്ധം ശമിച്ചതുള്ളതായിട്ടുള്ള സന്തോഷം കൊണ്ട് പ്രസന്നഹൃദയത്തോടു കൂടി കുബേരൻ വന്നിട്ട് വരം കൊടുക്കാനായിട്ട് തുടങ്ങി എന്നാണ്. ശാന്ത്യാ പ്രസന്നഹൃദയാത് ധനദാത് ഉപേതാത്. ആ ഉപേതൻ ആയിട്ടുള്ള കുബേരൻ നേരിട്ട് വന്നു. ധ്രുവനെ അനുഗ്രഹിക്കാനായിട്ട് കുബേരൻ നേരിട്ട് വന്നു. അങ്ങനെ ഉപേതാത് സമീപത്ത് എത്തിയതായ, തന്നെ സമീപിച്ചതായ, ധ്രുവനെ സമീപിച്ചതായ ആ ധനദനിൽ നിന്ന്, കുബേരനിൽ നിന്ന് വരം വേണ്ടത്, എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ ധനദാതുപേതാൽ ത്വദ്ഭക്തിമേവ, വേറൊരു വരവും ചോദിക്കാനില്ല. അവന് ആ ഇതൊക്കെ മനസ്സിലായി എന്നുണ്ടെങ്കിൽ ധനധനാണ്, കുബേരനാണ്, വരങ്ങളൊക്കെ നൽകാനുള്ളതായിട്ടുള്ള ആ ശക്തിയുള്ളവനാണ് എന്നൊക്കെ ഉണ്ടായാലും വേറെ ഒന്നും വരമായിട്ട് ചോദിക്കാനില്ല. ത്വദ്ഭക്തിമേവ സുദൃഢാം, ഭഗവാനിൽ ഉറച്ചതായ ഭക്തി ഒന്ന് മാത്രം ആണ് വരമായി ചോദിച്ചത്. സുദൃഢാം ത്വദ്ഭക്തിമേവ, സുദൃഢമായ, വളരെ ഉറച്ചതായ, നല്ലപോലെ ഉറച്ചതായ ഭക്തി ഒന്ന് മാത്രം വരമായിട്ട്. അതൊക്കെ നല്ലോണം മുമ്പ് തന്നെ ഉള്ളതാണ്. എങ്കിലും അതന്നെ ഇനിയും ഇളക്കൊന്നും വരരുത്. ഇപ്പം ഈ യുദ്ധത്തിനൊക്കെ പുറപ്പെട്ടില്ലേ, അങ്ങനെയൊന്നും പുറപ്പെടാനൊന്നും തോന്നരുത്, ഭക്തി മാത്രമേ ഉണ്ടാവാവൂ എന്ന് ആ സുദൃഢമായ, ഭഗവാനിൽ സുദൃഢമായിട്ടുള്ള ഭക്തി മാത്രമാണ് വരമായിട്ട് ചോദിച്ചത്. ആ വരത്തെ ലഭിക്കുകയും ചെയ്തു. സുദൃഢാം ഔർണോത് മഹാത്മാവായിട്ടുള്ള ആ ധ്രുവൻ വേറൊന്നും ചോദിക്കണം തോന്നിയില്ല. ആ ധ്രുവന് ഈ ഭഗവാനിൽ ഭക്തി ഒന്ന് മാത്രമാണ്, സുദൃഢമായ ഭക്തി അതൊന്നാണ് കുബേരനോട് വരമായിട്ട് ചോദിച്ചത് എന്നാണ്. ഔർണോത് മഹാത്മാവായിട്ടുള്ള ആ ധ്രുവൻ കുബേരനിൽ നിന്ന് അങ്ങയിൽ ഉറച്ച ഭക്തി ഒന്ന് മാത്രം വരമായിട്ട് ചോദിച്ചു എന്ന്. ഇനി അടുത്ത ശ്ലോകം. അന്തേ ഭവത്പുരുഷനീതവിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം പാതാലയാധിപ നിരുന്ധി മമാമയൗകാൻ. അങ്ങനെ വീണ്ടും രാജ്യഭാരം നടത്തി. പിന്നെ ഒടുവിൽ അന്തേ, അവസാനത്തിൽ, ജീവിതാവസാനം എന്നുള്ളതായിട്ടുള്ള ആ സമയമായപ്പോൾ അന്തേ ഭവത്പുരുഷനീത വിമാനയാത, ആ മരണസമയം ആ സമയമായി എന്ന് കണ്ടപ്പോൾ അപ്പോഴേക്കും വിഷ്ണു പാർഷദന്മാർ ഇതായിട്ട് രഥം ആയിട്ട് വന്നു, അവിടെ വിമാനമായിട്ട് വന്നു എന്നാണ് പറയണത്. ഇദ്ദേഹത്തിനെ ധ്രുവപദത്തിലെത്തിക്കാനായിട്ട് വിഷ്ണു പാർഷദന്മാർ വിമാനമായിട്ട് എത്തി അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് എന്നാണ്. അന്തേ ഭവത്പുരുഷനീത വിമാനയാത, ഭവത്പുരുഷന്മാർ, അതായത് ഭവാൻ എന്നുള്ളത് വിഷ്ണുവിനെ കുറിക്കുന്നു, ഭഗവാനെ കുറിക്കുന്നു. ഭഗവാന്റെ പുരുഷന്മാർ, ഭൃത്യന്മാരായിട്ടുള്ള വിഷ്ണു പാർഷദന്മാർ, ആ വിഷ്ണു പാർഷദന്മാരാൽ നീതമായ, കൊണ്ടുവരപ്പെട്ടതായ വിമാനത്തിൽ സഞ്ചരിക്കുന്നവനായിട്ട്, വിമാനയാത, വിമാനത്തിൽ യാനം ചെയ്യുന്നവനായിട്ട്, വിമാനത്തിൽ സഞ്ചരിക്കുന്നവനായിട്ട് വിമാനത്തിൽ കയറി മാത്രാസമം, മാതാവിനോടൊപ്പം, അമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. അമ്മ മറ്റൊരു വിമാനത്തിൽ
ധ്രുവൻ്റെ മുമ്പിൽ അമ്മയെ കൊണ്ടുപോവുകയായിരുന്നു വിഷ്ണു പാർഷദന്മാർ എന്നാണ്. ആ ധ്രുവനെ ഇത്രത്തോളം ഭക്തനാക്കി തീർത്തത് ആ അമ്മയുടെ ഉപദേശമാണല്ലോ. അപ്പം അതുകൊണ്ട് ആ അമ്മയ്ക്കും വിഷ്ണുഭക്തി നല്ലപോലെ ഉണ്ടായിരുന്നു. ആ ഭക്തയായിട്ടുള്ള അമ്മയെ ആദ്യം തന്നെ വിമാനത്തിൽ കയറ്റിയിരുന്നു, വേറൊരു വിമാനത്തിൽ മുമ്പേ പോണു എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ആ മാത്രാസമം അമ്മയോടൊപ്പം ത്വൽപുരുഷ വിമാനയാത നീത വിമാനയാത അങ്ങയുടെ പുരുഷന്മാർ വിഷ്ണു പാർഷദന്മാർ കൊണ്ടുവന്നതായിട്ടുള്ള വിമാനത്തിൽ കയറി വിമാനയാത മാത്രാസമം ധ്രുവപതി എങ്ങനെ യാതനായിട്ട് അവിടെ പോയിട്ട് ധ്രുവപതി മുദിതോയമാസ്തേ അദ്ദേഹം ആ ധ്രുവപദത്തിൽ തിരിച്ചു വരവില്ലാത്തതായിട്ടുള്ള ഉറച്ചതായ ധ്രുവശബ്ദത്തിന് അർത്ഥം ഉറച്ചത് എന്നുള്ള അർത്ഥമാണ്. സ്ഥിരമായിട്ടുള്ളത് ഉറച്ചത്. ആ സ്ഥിരമായ ഉറച്ചതായിട്ടുള്ള ആ വിഷ്ണുപദത്തിൽ ധ്രുവപദത്തിൽ ധ്രുവ നക്ഷത്രത്തിൽ വിഷ്ണുവിൻ്റെ തന്നെ സ്ഥാനമായിട്ടുള്ള ആ ധ്രുവപദത്തിൽ മാത്രാസമം മാതാവിനോടൊപ്പം മുദിത അയം ആസ്തേ അയം മുദിത ആസ്തേ ഈ ധ്രുവൻ മുദിതനായിട്ട് സന്തോഷത്തോടുകൂടി ആ ധ്രുവപദത്തിൽ വസിക്കുന്നു. ആസ്തേ എന്നാണ് പറഞ്ഞത്. ആസ്തേ എന്ന് പറഞ്ഞാൽ ലെട്ട് ലകാരാണ്, വർത്തമാനകാലാണ്. ലെട്ടിൻ്റെ അർത്ഥം വർത്തമാനകാലത്തിലാണ് വരിക. അപ്പോൾ ഇപ്പോഴും അവിടെ വസിക്കുന്നുണ്ട് ധ്രുവൻ എന്നുള്ളതാണ്. ആ ധ്രുവപദത്തിൽ ധ്രുവൻ ധ്രുവനക്ഷത്രം എന്നൊക്കെ പറയണത് നമ്മൾ അതാണ് എന്നും പറയുന്നുണ്ട്. ധ്രുവൻ്റെ വാസസ്ഥാനമായിട്ടുള്ളതാണ്. സ്ഥിരമായിട്ട് അവിടെ ആ ധ്രുവപദത്തിൽ എല്ലാവരുടെയും ആദരവിന് പാത്രമായിക്കൊണ്ട് ആ സന്തോഷത്തോടു കൂടി ധ്രുവപദത്തിൽ ഇപ്പോഴും വസിക്കുന്നുണ്ട് എന്നാണ് പറയണത്. മുദിത അയം ആസ്തേ അദ്ദേഹം വസിക്കുന്നു അവിടെ ആ ധ്രുവപദത്തിൽ അദ്ദേഹം വസിക്കുന്നു എന്നാണ് പറയണത്. ഇനി കവിയുടെ പ്രാർത്ഥനയാണ്, ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയാണ്. ഏവം ഇപ്രകാരം സ്വഭൃത്യജന പാലന ലോലധി സ്വഭൃത്യജനങ്ങളെ തൻ്റെ ഭൃത്യജനങ്ങളെ പാലിക്കുന്നതിൽ ഭൃത്യജനങ്ങളുടെ പാലനത്തിൽ ലോലമായ ബുദ്ധിയോടുകൂടിയ, അതായത് വളരെ മൃദുവായിട്ടുള്ള കരുണയാർന്നതായിട്ടുള്ള ബുദ്ധി, ഭഗവാന്റെ താല്പര്യം ആണ് പറയണത്. ലോലമായിട്ടുള്ള ധി എന്ന് പറയുമ്പോൾ അപ്പോൾ എപ്പോഴും അവിടെയൊക്കെ കാരുണ്യം കൊണ്ട് മൃദുലമായിട്ടുള്ള മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. പ്രത്യേകിച്ച് ഭക്തന്മാരുടെ രക്ഷ എന്ന് വരുമ്പോൾ ബാക്കിയെല്ലാം മറന്ന് വളരെ ആ കാരുണ്യം രസം തുളുമ്പുന്നതായിട്ടുള്ള മനസ്സോടുകൂടി സുഹൃത്യജന പാലന ലോലധി സുഹൃത്യന്മാരായിട്ടുള്ള ജനങ്ങളെ പാലിക്കുന്നതിൽ ലോലമായ ബുദ്ധിയോടുകൂടിയ അങ്ങ് സുഹൃത്യജന പാലന ലോലധീത്വം അപ്രകാരമുള്ളതായ അങ്ങ് നിരുന്ധി മമ ആമയൗഖാൻ എൻ്റെ എല്ലാ അസുഖങ്ങളെയും, ആമയം അസുഖം രോഗങ്ങൾ, എല്ലാ രോഗങ്ങളെയും ആമയൗഖാൻ ആമയങ്ങളുടെ സമൂഹത്തെ, എല്ലാ ദുഃഖങ്ങളെയും എല്ലാ രോഗങ്ങളെയും നിരുന്ധി തടഞ്ഞാലും ഇല്ലാതാക്കിയാലും എന്നുള്ളതായിട്ടുള്ള കവിയുടെ പ്രാർത്ഥനയോടുകൂടി ആ ദശകം അവസാനിപ്പിക്കുകയാണ്. 2 ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനുക്രിയ ശാന്ത്യാ പ്രസന്നഹൃദയ ധനദാതുപേതാൽ ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. യക്ഷൻ വധിച്ചനുജനീയതിനാലെ രാജൻ യുദ്ധം തുടങ്ങി മനു വന്നു പറഞ്ഞു നിർത്തി. ശാന്തൻ ധ്രുവന്നു വരമേകിതദാകുബേരൻ ത്വൽഭക്തി മാത്രമതു വാങ്ങിയഹോ മഹാത്മൻ. അന്തേ ഭവത്പുരുഷനീത വിമാനയാതോ മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സുഭൃത്യജനപാലനലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധി മമാമയൗഖൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ആകാശനൗകയുടെ എത്തി ഭവൽഭടന്മാർ ചെന്നമ്മയോടെ നൃപനാ ധ്രുവലോകമെത്തി. ഈ മട്ടു സേവകരെ കാത്തരുളുന്ന ദേവാ മാറ്റിയിടുകന്റെ അസുഖങ്ങളെ വാതനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഗോവിന്ദ ഗോവിന്ദ